നമസ്കാരം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? ഇവളുടെ പേര് ഫസീല. 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചിരിയാണല്ലേ? എന്നാൽ ഈ ചിരി മാഞ്ഞുപോയി. വെറുതെ അങ്ങ് മാഞ്ഞതല്ല, സ്വയം മായ്ച്ചു കളഞ്ഞതാണ്. ഇനി ഒട്ടും ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, ജീവിതം വഴിമുട്ടിയപ്പോൾ സ്വയം ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു. ജീവിതം അവസാനിപ്പിക്കാൻ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും. അപ്പൊ ഈ കാരണം പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന 6ാമത്തെ 7ാമത്തെ പെൺകുട്ടിയാണ്. ഈ 2 മാസത്തിനിടയിൽ എത്രയെത്ര വീഡിയോ ഞാൻ തന്നെ ചെയ്തു. ഓരോരോ മുഖങ്ങൾ നമ്മളുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുല്യ, വിഭജിക, ഇപ്പതേ ഫസീല, നാളെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരിക്കും. ഇങ്ങനെ വിരലിൽ എണ്ണാൻ പറ്റാത്തത്ര പെൺകുട്ടികൾ ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താക്കന്മാര് കാരണം. ഇവിടെ ഭർത്താവ് മാത്രമല്ല ഉപദ്രവകാരി, ഭർത്താവിന്റെ ഉമ്മയും ഉപദ്രവകാരിയാണ്. അമ്മായിയമ്മ. പണ്ട് നമ്മൾ പുരാണത്തിൽ കുറെ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ? ശൂർപ്പണഖ, അവരൊക്കെ രാക്ഷസിമാരാണ്. ഈ കഥാപാത്രങ്ങളെക്കാട്ടിൽ ക്രൂരയായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇപ്പോഴത്തെ അമ്മായിയമ്മമാര്. കാരണം ഈ രാക്ഷസിമാരെ നമുക്ക് നമിക്കാം, പക്ഷെ അമ്മായിമ്മമാരെ നമിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ക്രൂരതയാണ്. രാക്ഷസിമാരുടെ രാക്ഷസി എന്ന് വേണമെങ്കിൽ ഈ അമ്മായിമ്മമാരെയൊക്കെ വിളിക്കാം. എന്നാൽ ഈ അമ്മായിമ്മമാര് ചിന്തിക്കേണ്ടത്, താനും ഈ ഒരു ഫേസിലൂടെ കടന്നു വന്നതല്ലേ, ഒരു മരുമകളായിട്ട് ജീവിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ അമ്മായിയമ്മയായത്. ആ പരിഗണന പോലും കാണിക്കാതെയാണ് പല അമ്മായിമ്മമാരും പെരുമാറുന്നത്. ഈ അമ്മായിമ്മമാരാണല്ലോ മക്കളെ ഈ ഒരു രീതിയിൽ വളർത്തി വെച്ചേക്കുന്നത്. പല ആണുങ്ങളും ആണുങ്ങളുടെ വീട്ടുകാരും ഇപ്പൊ പെൺകുട്ടികളെ കാണുന്നത് കറവ പശുക്കളെ പോലെയാണ്. അവർക്ക് വേണ്ടതെല്ലാം ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കറവ പശുക്കൾ. അവർക്ക് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് തട്ടാം. ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഫസീല 2 മാസം പ്രഗ്നന്റ് ആണ്. ഫസീലയ്ക്ക് 10 മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടിയുണ്ട്. അപ്പം ഇത്രയും പെട്ടെന്ന് 2ാമത് പ്രഗ്നന്റ് ആയി എന്നുള്ള കാരണം പറഞ്ഞിട്ട് ഫസീലയുടെ ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിലുള്ള ഉപദ്രവമൊന്നും അല്ല. ഒരു ആണിന്റെ കരുത്ത് ഒരിക്കലും ഒരു പെണ്ണിന്റെ ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ അവക്കത് താങ്ങാൻ പറ്റത്തില്ല. കാരണം ഫിസിക്കൽ സ്ട്രെങ്തിന്റെ കാര്യത്തിൽ ആണും പെണ്ണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള സ്വന്തം ഭാര്യയെ എടുത്തിട്ട് നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നു. അതിന് കൂട്ടു നിൽക്കുന്ന അമ്മായിയമ്മ. എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ പോലും ആ പെൺകുട്ടിയോട് ഒരു കരുണയും കാണിച്ചിട്ടില്ല. ഏതായാലും നമുക്ക് ഈ സംഭവത്തെ പറ്റിയിട്ടുള്ള 1-2 വാർത്തകൾ കാണാം. 2 മാസം മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ വാപ്പ അറിയിച്ചു. വാപ്പ വരാൻ പോയപ്പോൾ പറഞ്ഞു വാപ്പ വരണ്ട, ഇവിടെ ഇനി വന്നിട്ട് നിങ്ങളും കൂടി ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, അങ്ങനെ കുട്ടിക്ക് ഇതിൻ്റെ തലയിട്ട് വീണ് കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞത്. അവിടെ വരുമ്പോഴാണ് സംഭവം അറിയുന്നത്. കറക്റ്റായിട്ട് ഉമ്മ അറിയണതും ഇവള് ഗർഭിണിയാണെന്ന് അറിയണതും അപ്പോഴാണ്. ഇന്നലെ അവൻ ഈ ഹോസ്പിറ്റലിൽ പയ്യൻ വന്നിരുന്നു. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. എന്നെ കുരക്കി പിടിച്ചപ്പോൾ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇതാണ് അവൻ പറഞ്ഞ വാക്ക്. അതെന്താണ് പറ്റിയതെന്നൊന്നും നമുക്കറിയില്ല. പിന്നീട് അവൻ പറഞ്ഞു ഞാൻ ചവിട്ടിയിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞത് അവിടെ വെച്ച്. സൂരജ് സജിയെ തൃശ്ശൂരിൽ ചെയ്തു. സൂരജ്, ദിനേന എന്ന പോലെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു, നമ്മളെ ഭയപ്പെടുത്തുന്നു. എന്താണ് ഫസീലയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഭർത്താവ് കസ്റ്റഡിയിലാണോ? എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ഫസീലയുടെ എന്തിനാ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കടുങ്കൈ കാണിക്കുന്നത്? ജീവിതം വഴിമുട്ടിയെങ്കിൽ, ഒട്ടും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോരാനെങ്കിലും ധൈര്യം കാണിക്കുക. പിച്ച തന്നിട്ടാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. ഈ ലോകത്ത് ജീവിക്കാനാണോ പാട്? വീട്ടുകാരൊപ്പം നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം ജീവിക്കാൻ പഠിക്കുക. ഈ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉള്ളതാണ്, ജോലി നോക്കിയിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. 23 വയസ്സേ ഉള്ളൂ. ചെറുപ്രായമാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. ജോലിക്ക് പോകാമല്ലോ. ഒരു സെയിൽസ് ഗേളായിട്ട് നിന്നെങ്കിലും ജീവിക്കാൻ പറ്റും. ജീവിക്കാനാണോ ഈ ലോകത്ത് സാഹചര്യം ഇല്ലാത്തത്? എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വെളിയിലേക്ക് വരിക, മാധ്യമങ്ങളെ കാണുക, അതുകൊണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ഇടുക. ഇതുപോലെ ഉപദ്രവിക്കും, തെളിവുകളും ഉണ്ടാക്കിയേക്കണം. ഇങ്ങനെ ഉപദ്രവിക്കുന്ന 1-2 വീഡിയോസ് എടുത്തു വെച്ചേക്കണം. എന്നിട്ട് ആ തെളിവുകളെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇവനൊക്കെ നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. അവന്മാർക്ക് ശിക്ഷയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അതുപോലും സാധിക്കത്തില്ല. അതാണ്, അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം നമ്മളില്ലാത്തത് കൊണ്ട് തന്നെ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിടും. ജസ്റ്റ് 1-2 തവണ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടിടും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങി വരാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതുപോലുള്ളവന്മാര് പിന്നെ സുഖമായിട്ട് ജീവിക്കും. നമുക്ക് പോയി, ചെറുപ്രായത്തിലെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി. ആ മക്കൾക്ക് ഉമ്മയില്ലാതായി, മക്കളല്ല ആ കുഞ്ഞിന് ഉമ്മയില്ലാതായി. അത് തന്നെ കാര്യം. ഇവിടെ ഇവളുടെ അച്ഛൻ, ഫസീലയുടെ അച്ഛൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നതല്ല, അച്ഛൻ പറഞ്ഞു എന്നത് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളോട് ദേഷ്യം വന്നു. 23 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി. 23 വയസ്സെന്ന് പറയുമ്പോൾ 20-ാം വയസ്സിലെങ്ങാണ് അതിൻ്റെ കല്യാണം കഴിഞ്ഞു കാണും.
ഈ ചെറുപ്രായത്തിലെ ഈ പെൺകുട്ടികളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നതിന് പകരം ഈ കല്യാണം കഴിപ്പിക്കുന്ന പൈസ വെച്ചിട്ട് അവരുടെ കയ്യിൽ ആ പൈസ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതമെങ്കിലും ഇൻഡിപെൻഡന്റ് ആവത്തില്ലേ? അറ്റ്ലീസ്റ്റ് അവർക്കൊരു വീട് വെച്ച് കൊടുക്ക്. സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടതാണ്, ഈ സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന പൈസ വെച്ചിട്ട് പെൺകുട്ടികൾക്ക് ഒരു വീട് പണിഞ്ഞു കൊടുക്ക്. അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ബലത്തിലെങ്കിലും അവർ ഇറങ്ങിപ്പോരും. സത്യമല്ലേ? ഈ ഉപ്പ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ, ഉപ്പ ഡയറക്റ്റായിട്ടല്ല സംസാരിക്കുന്നത്, ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒരേ ഒരു മോളാണ്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് തന്നെ. ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക്. സന്ദേശങ്ങൾ കണ്ട് നൗഫലിന്റെ വീട്ടിൽ ഓടിയെത്തുമ്പോഴേക്കും ഫസീലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആരുടെയൊക്കെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമോനെയും വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിയപ്പോൾ മകൾ പോയിന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവളുടെ മുഖമൊന്ന് കാണാൻ പോലുള്ള മനോധൈര്യം എനിക്കുണ്ടായില്ലെന്ന് കരച്ചിലമർത്തി അബ്ദുൾ റഷീദ് പറഞ്ഞു. 10 മാസം പ്രായമായ കൊച്ചുമകൻ മുഹമ്മദ് സയാനെ മാറോട് ചേർത്ത് പിടിച്ച് മരവിച്ചിരിക്കുകയാണ് മാതാവ് സഖീന. ഉത്സവപ്പറമ്പിൽ മധുര പലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന 5 സെന്റും കൊച്ചു വീടും വിറ്റാണ് മകളെ വിവാഹം ചെയ്തയച്ചത്. വിവാഹം പിറ്റേന്ന് ഭർത്തൃമാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ വീട്ടുകാർ കണ്ടിട്ടില്ല. വിവാഹത്തിന് മുൻപ് കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിരുന്നു ഫസീല. എന്നാൽ പിന്നീട് നൗഫൽ ജോലിക്ക് പോകാനും അനുവദിച്ചില്ല. ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ വരാൻ പോലും പറ്റിയിരുന്നില്ല. മകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്ന് കരുതി ഒരു ചാക്കരി, 20 കിലോ പഞ്ചസാര എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം തന്നെ 3 മാസം കൂടുമ്പോൾ അബ്ദുൾ റഷീദ് നൗഫലിന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു. സഹോദരന്റെ വീട്ടിലായിരുന്ന നൗഫലും കുടുംബവും കഴിഞ്ഞ മാസമാണ് തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കം വാങ്ങി നൽകി. ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടത് പോരാഞ്ഞ്, സ്ത്രീധനം കൊടുത്തു വിട്ടത് പോരാഞ്ഞ്, വീട്ടിലേക്കുള്ള അരിയും പലചരക്ക് സാധനങ്ങളും ഫസീലയുടെ ഉപ്പയായിരുന്നു വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഇവൻ എന്തോത്തിന് ജീവിക്കുക? ഇവന് പോയി തെണ്ടി തിന്നൂടെ? ഇതിനെക്കാട്ടി ഭേദം തെണ്ടി തിന്നുന്നതിനുണ്ട്. പോയി ഭിക്ഷ തെണ്ടി തിന്നുന്നതിന് ഇതിനെക്കാട്ടി വിലയുണ്ട്. ഇതുപോലുള്ളവന്മാരുടെ കയ്യിൽ മോളെ കൊടുത്തു വിട്ടിട്ട് മോള് കണ്ണീരില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുവാണ് പിന്നെയും. അതും പൈസക്കാരൊന്നുമല്ല, ഉള്ള വീടും പറമ്പും ഒക്കെ പണയം വെച്ച് കടം ഉണ്ടാക്കിയിട്ടാണ് മോക്ക് ഈ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത്. മോക്ക് സ്വർഗം കൊടുക്കുവാണ്. സ്വന്തം വീട്ടിൽ ഇരുത്തി മോൾക്ക് സ്വർഗം കൊടുത്താൽ പോരെ? വല്ലവന്റെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് വേണം മോളെ കണ്ണീരില്ലാതെ വേണ്ടിയിട്ട് ജീവിക്കാൻ. സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിൽ, സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കീഴിലാണെന്നുണ്ടെങ്കിൽ കണ്ണീരില്ലാതെ സുഖമായിട്ട് പെൺകുട്ടികൾ ജീവിച്ചോളും. അവർക്ക് തന്നെ നിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഈ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന്റെ പകുതി പൈസ മതിയല്ലോ അതിന്. പക്ഷെ അതൊന്നും ചെയ്യത്തില്ല. ചെറുപ്രായത്തിലെ അങ്ങ് കെട്ടിച്ചു വിട്ടു. കാരണം നാട്ടുകാരെന്ത് പറയും? പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർക്കാണല്ലോ പ്രശ്നം. നാട്ടുകാരാണല്ലോ പെൺകുട്ടികളെ ഇത്രയും നാളും വളർത്തി വലുതാക്കിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും എന്നുള്ള ആ ഒരു വേവലാതിയിൽ മോൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കുവാണ് ഉപ്പ, അച്ഛനമ്മമാര്. മക്കൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാതെ, എന്നിട്ട് ഈ സ്വർഗത്തിൽ മക്കൾ കണ്ണീരില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നും എത്തിച്ചു കൊടുക്കുകയാണ് ഉപ്പയും ഉമ്മയും. എന്ത് നല്ല ആചാരം അല്ലേ? ഈ ആചാരം തിരിച്ചായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അതായത് ആൺകുട്ടികളായിരുന്നു പെൺകുട്ടികളുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിലോ, എന്നിട്ട് ആൺകുട്ടികളുടെ വീട്ടുകാരാണ് ഇങ്ങനെ കൊണ്ടുവന്ന് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലോ തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കത്തില്ല, ആരും ചിന്തിക്കത്തില്ല. അത് അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം നാട്ടു നടപ്പുണ്ട്, അല്ലാത്ത ഒരു കാര്യത്തിൽ നാട്ടു നടപ്പില്ല. ഈ കാര്യത്തിൽ മാത്രം നാട്ടു നടപ്പ് പോലെ നടക്കണം. എവിടുത്തെ നിയമമാണിത്? അറ്റ്ലീസ്റ്റ് സ്വന്തം കാലിൽ നിൽക്കാനും ഇതുപോലെ തന്റെ നേരെ ആരെങ്കിലും കൈ ഓങ്ങുമ്പോൾ തിരിച്ചാ കൈ പിടിച്ച് താത്തിടാനുള്ള ധൈര്യമെങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ട്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പെൺകുട്ടികൾക്ക് സ്വർഗം കൊടുക്കുവാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കല്യാണം അങ്ങ് കഴിപ്പിച്ചു വിടും. ഇത് ചെല്ലുന്ന വീട്ടിൽ സ്വർഗം കിട്ടിക്കോളും, ചെല്ലുന്ന വീട്ടിൽ കണ്ണീരില്ലാതെ ജീവിച്ചോളും. എന്നിട്ട് കണ്ണീരില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കും. എന്നാൽ ആ കാര്യങ്ങളുടെ പകുതി ഉപയോഗിച്ച് സ്വന്തം വീട്ടിൽ പെൺകുട്ടികളെ നല്ല രീതിയിൽ നോക്കത്തില്ല. നല്ല ഒരു ഐറണിയാണ്. എന്ത് പറയാനാണ്, ആരോട് പറയാനാണ്? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടിരുന്ന് കണ്ണീര് കാണിച്ചുകൊണ്ടിരിക്കും. അയ്യോ ഞാൻ എന്തോ ചെയ്യും, ഞാൻ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ, ചുമ്മാതാ. ഇങ്ങോട്ട് വരാനൊന്നും പറയത്തില്ല. ഇങ്ങോട്ട് വരാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മക്കളും ജീവിതം അവസാനിപ്പിക്കത്തില്ല. സ്വന്തം മാതാപിതാക്കള് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നീ തിരിച്ചു വാ എന്ന് ധൈര്യം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടികളും ജീവിതം അവസാനിപ്പിക്കത്തില്ല. ആ ഒരു വാക്ക് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. ആ കാരണത്താലാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ വേറെ ചില പെൺകുട്ടികളുണ്ട്, ഇതങ്ങ് സുഖിച്ചു പോകും. അതായത് അടിമയായിട്ടിരുന്നങ്ങ് അവർക്കൊരു ഇതാണ് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് കേട്ടിട്ടില്ലേ? അടിമയ്ക്ക് ഉടമയോട് തോന്നുന്ന ഒരു തരം ഒരു പ്രണയം,
അതുപോലെ ഇങ്ങനെ സഹിച്ച് അവിടെ കിടക്കും. അതിനെല്ലാം കാരണം എന്താണ്? വളർത്തിക്കൊണ്ട് വരുമ്പോൾ പെൺകുട്ടികളെല്ലാം സഹിക്കണം, പെൺകുട്ടികളെല്ലാം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ട ആൾക്കാരാണ് പെൺകുട്ടികൾ എന്ന് മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ആൺകുട്ടികളോട് പറയും പെൺകുട്ടികളെ എത്ര വേണേലും തല്ലാം, നിങ്ങൾക്ക് അടിമകളാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരും. ഈ പെണ്ണ് തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. ഒരു പെണ്ണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പുരുഷനെ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. ഒരു ആൺകുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. ഒരു ആൺകുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഒരു മകനെ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. ആരും വിചാരിക്കത്തില്ല. ഇങ്ങനെയാണ് പെൺകുട്ടികളോട് മാത്രം വേർതിരിവ്. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പൂങ്കണ്ണീർ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് കാര്യം, എന്ത് പ്രയോജനം?